കഥയുടെ തുടക്കത്തിൽ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗാങ്ങിലെ രണ്ടാൾക്കാർ ഒരു കാർ ചേസ് ചെയ്യുന്നതായി കാണാം. ആ കാർ ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ കഥാനായകനായ ഡാനിയൽ ആണ്. കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് 14 വയസ്സുകാരനായ ലൂക്കസും ലൂക്കസിന്റെ 10 വയസ്സുള്ള സഹോദരൻ മിഗ്വലുമാണ്. ഈ രണ്ട് കുട്ടികളുടെയും ജീവിതത്തിലെ ഏറ്റവും മോശമായ ദിവസമാണ് ഇന്ന്. എന്നാൽ ഈ ദിവസം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അപ്പോൾ ഈ കഥ നടക്കുന്നത് അങ്ങ് വാഷിംഗ്ടൺ DC-യിലാണ്. ഇവിടുത്തെ തെരുവുകൾ പോലീസോ പട്ടാളമോ ഒന്നുമല്ല കൺട്രോൾ ചെയ്യുന്നത്. MS-13 എന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗാങ് ആണ്. MS-13 എന്ന ഗാങ് ആണ് ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഗാങ്. അവരോട് മുട്ടാൻ പോലും ആരും ധൈര്യപ്പെടില്ല. ആ ഡേഞ്ചറസ് ഗാങ്ങിന്റെ ബോസ് അഥവാ ലീഡറിന്റെ വിശ്വസ്തനായ വലം കൈയാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ പരിചയപ്പെട്ട ലൂക്കസ് എന്ന 14 വയസ്സുകാരൻ. സ്വന്തം എന്ന് പറയാൻ ലൂക്കസിന് ആകെയുള്ളത് 10 വയസ്സുള്ള സഹോദരൻ മിഗ്വൽ മാത്രമാണ്. മിഗ്വലിനെ നോക്കി വളർത്തുന്നൊക്കെ ലൂക്കസ് ആണ്. അപ്പോൾ ലൂക്കസിന്റെ വരുമാന മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ ഗാങ് ലീഡറിന്റെ വലം കൈയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ നഗരത്തിൽ റീറ്റെയിൽ ആയിട്ട് ഡ്രഗ്സ് വിൽക്കുന്നത് ലൂക്കസ് ആണ്. അതേപോലെ സ്ട്രീറ്റ്സിലെ എല്ലാ കടകളും MS-13 എന്ന ഗാങ്ങിന് വാടക പോലെ അഥവാ ഹഫ്തയായിട്ട് എല്ലാ മാസവും ഒരു വലിയ സംഖ്യ നൽകണം. അതൊക്കെ കളക്ട് ചെയ്യുന്നതും ബോസിന്റെ വലം കൈയായ ലൂക്കസ് ആണ്. ഇവിടെ MS-13 ഗാങ് മെമ്പേഴ്സ് തെരുവിൽ നിന്ന് പബ്ലിക് ആയിട്ട് ഡ്രഗ്സ് വിൽക്കുന്നതായി കാണാം. അതുവഴി പാസ് ചെയ്തു പോകുന്ന പോലീസ് ഓഫീസേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിലും അവർ ഒന്നും ചെയ്യാതെ പോകുന്നതായി കാണാം. കാരണം അവരോട് മുട്ടാൻ പോലീസിന് പേടിയാണ്. അപ്പോൾ ഇവന്റെ പേരാണ് ജസ്റ്റർ. ഗാങ് ലീഡറിന്റെ കസിൻ ആണ് ജസ്റ്റർ. ഗാങ് ലീഡറിനെ ആർക്കെങ്കിലും നേരിട്ട് കാണണമെങ്കിൽ അഥവാ ബിസിനസ് ചെയ്യണമെങ്കിൽ ആദ്യം ഇവനെ കണ്ട് പെർമിഷൻ ചോദിക്കണം. എന്നാലേ അവർക്ക് ഗാങ് ലീഡറിനെ കാണണേ പറ്റൂ. പക്ഷെ ഈ ജസ്റ്റർ എന്ന ഇദ്ദേഹത്തിന് നമ്മുടെ ലൂക്കസിനെ കണ്ണെടുത്താ കണ്ടൂടാ. അതിന്റെ പ്രധാന കാരണം ഗാങ് ലീഡറിന് സ്വന്തം കസിനായ ജസ്റ്ററിനേക്കാൾ കൂടുതൽ വിശ്വാസം എവിടുന്നോ വെല്ലു കയറി വന്ന ലൂക്കസ് എന്ന 14 വയസ്സുകാരനെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ജസ്റ്ററിന് ലൂക്കസിനോട് അസൂയ അഥവാ അവനെ ഇഷ്ടമല്ലാത്തത്. സോ ഗൈസ്, ഞാൻ കുറെ നേരമായി ഗാങ് ലീഡർ എന്ന് പറയുന്നു. ആരാണ് MS-13 എന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഗാങ് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാവരും ഭയക്കുന്ന ആ ഗാങ് ലീഡർ? അത് ഇദ്ദേഹമാണ്. അപ്പോൾ ഇതാണ് MS-13 ഗാങ്ങിന്റെ ലീഡർ അഥവാ ബോസ് ആയ റിൻകോൺ. ഇദ്ദേഹത്തെ എന്തുകൊണ്ടാണ് എല്ലാവരും ഇത്രയ്ക്കും ഭയക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ സീന് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇവിടെ ഗാങ്ങിലെ ഒരു മെമ്പർ ഒരുത്തനെ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം അവനെ ബൈക്കിൽ കെട്ടിവലിച്ച് ബോസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതായി കാണാം. അപ്പോൾ അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്ര ക്രൂരമായി ഗാങ് ലീഡറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ അവനും ഗാങ്ങിലെ ഒരു മെമ്പർ ആയിരുന്നു. റിൻകോൺ അവന് വലിയ തുക വില വരുന്ന ഡ്രഗ്സ് വിൽക്കാനായി ഏൽപ്പിച്ചു. എന്നാൽ അവൻ റിൻകോണിനെ ചതിച്ച് അത് മറിച്ച് വിൽക്കാനായി ശ്രമിച്ചു. എന്നാൽ അത് ഗാങ് മെമ്പേഴ്സ് കണ്ടെത്തുകയും അവനെ കൈയോടെ പിടിച്ച് റിൻകോണിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. സോ അവനെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് അവൻ ചോരയിൽ കുളിച്ച് വളരെ വികൃതമായ രൂപത്തിലാണുള്ളത്. അത് ഞാൻ ഇവിടെ കാണിച്ചാൽ ഉറപ്പായും ഈ വീഡിയോ യൂട്യൂബ് നീക്കം ചെയ്യും. അപ്പോൾ അവൻ ബോസിനോട് കരണ് പറയുന്നുണ്ട്, പ്ലീസ് എന്നെ കൊല്ലല്ലേ, എനിക്ക് അറിയാതെ പറ്റിയതാണ്, ഞാൻ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. എന്നാൽ റിൻകോണിനെ ചതിച്ചാൽ ഒരൊറ്റ ശിക്ഷ മാത്രമേ ഉള്ളൂ, അത് മരണമാണ്. റിൻകോൺ അവന്റെ വയറ്റത്ത് കത്തികൊണ്ട് വെട്ടിയതിനു ശേഷം നടന്നു പോവുകയും ശേഷം മറ്റുള്ള എല്ലാ ഗാങ് മെമ്പേഴ്സും ഇറച്ചി വെട്ടുന്നത് പോലെ അവനെ കണ്ടം തുണ്ടമായി വെട്ടുകയാണ്. ഇവിടെ റിൻകോൺ കൈകൊണ്ട് കാണിക്കുന്ന ഇതാണ് അവരുടെ ഗാങ്ങിന്റെ സൈൻ. ഗാങ് മെമ്പേഴ്സും വെട്ടിയതിനു ശേഷം ആ ഗാങ് സൈൻ കൈകൊണ്ട് ആക്കുന്നതായി കാണാം. അവന്റെ ഡെഡ് ബോഡി അതേ ബൈക്കിൽ വലിച്ചു കൊണ്ടുപോവുകയാണ് നാട്ടുകാരെ കാണിക്കാൻ. സോ എന്തുകൊണ്ടാണ് എല്ലാവരും റിൻകോണിനെയും അവന്റെ ഗാങ്ങിനെയും ഭയക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. റിട്ടയർ ആയ ഒരു പട്ടാളക്കാരനാണ് നമ്മുടെ കഥാനായകനായ ഡാനിയൽ. ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോൾ മറക്കാനാവാത്ത ചില അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ട്രോമ അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ട്രോമ വരുമ്പോഴൊക്കെ അദ്ദേഹം ഡ്രഗ്സ് യൂസ് ചെയ്യും. അതായത് അദ്ദേഹം ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ആൻഡ് അദ്ദേഹത്തിന് ഡ്രഗ്സ് വിൽക്കുന്നത് നമ്മുടെ ലൂക്കസ് ആണ്. അദ്ദേഹം ലൂക്കസിന്റെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് വാങ്ങുന്നുണ്ടെങ്കിലും പല തവണ അദ്ദേഹം ലൂക്കസിനോട് ഈ തൊഴിൽ നിർത്തി സ്കൂളിൽ പോയി മര്യാദക്ക് 4 അക്ഷരം പഠിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ലൂക്കസ് അതൊന്നും കാര്യമാക്കാറില്ല. ഇതാണ് ലൂക്കസിന്റെ നാട്ടിലെ കൂട്ടുകാർ. ഇവർക്കൊക്കെ ലൂക്കസിനോട് ഭയങ്കര ബഹുമാനമാണ്. കാരണം ലൂക്കസ് ഗാങ് ലീഡറിന്റെ വലം കൈയാണ്. ഈ കൊച്ചു ചെറുക്കന്റെ പേരാണ് റോഡ്രിഗോ. റോഡ്രിഗോക്കും ലൂക്കസിനെ പോലെ ഗാങ്ങിൽ ജോയിൻ ചെയ്ത് വലിയ പൊസിഷനിൽ എത്തണം എന്നാണ് ആഗ്രഹം. എന്നാൽ ലൂക്കസ് അവനോട് നീ മര്യാദക്ക് സ്കൂളിൽ പോയി പഠിക്കുക എന്നാണ് പറയാറ്. ഇവിടെ ഒരു ദിവസം റിൻകോൺ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവൻ അവന്റെ വീടിന്റെ പുറത്തായിട്ട് ഒരു കാർ നിർത്തിയതായി കണ്ടു. അതിൽ 2 ആൾക്കാരും ഇരിക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോൾ തന്നെ റിൻകോണിന് മനസ്സിലായി അവര് FBI ഏജന്റ്സ് ആണ്. അവർ തന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കിയിട്ടും റിൻകോൺ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. ഒരൊറ്റ സെക്കൻഡ് മതി റിൻകോണിന് അവരെയൊക്കെ തീർക്കാൻ. അവരെ വെടിവെച്ച് കൊന്നാലും റിൻകോണിനോട് ചോദിക്കാനായി ആരും വരാനായി പോകുന്നില്ല. അതാണ് റിൻകോണിന്റെ പവർ. എന്നിട്ടും റിൻകോൺ അവരെ വെറുതെ വിട്ടതിന്റെ ഒരേ ഒരു കാരണം ഈ സ്ത്രീയാണ്. അപ്പോൾ ഇതാണ് റിൻകോൺ ഈ ലോകത്ത് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന
തന്റെ ഒരേ ഒരു സഹോദരി ഗബ്രിയല. പുള്ളിക്കാരിക്ക് നടക്കാനാവത്തില്ല, ഒരു വികലാംഗിയാണ്. പുള്ളിക്കാരിയുടെ കല്യാണമാണ് റിങ്കോണിന്റെ ഏറ്റവും വലിയ സ്വപ്നം. അപ്പോൾ അടുത്ത ആഴ്ചയാണ് ഗബ്രിയലയുടെ കല്യാണം. അപ്പോൾ സഹോദരിയെ സന്തോഷത്തോടെ കല്യാണം കഴിച്ച് വിടാൻ വേണ്ടിയാണ് റിങ്കോൺ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രശ്നത്തിലൊന്നും പോകാത്തത്. ഒരു ദിവസം റിങ്കോണിനെ കാണാനെ കത്തോലിക് പള്ളിയിലെ അച്ഛനെത്തി. റിങ്കോൺ തന്റെ സഹോദരിയുടെ വിവാഹം അവരുടെ വീട്ടിൽ വെച്ചാണ് നടത്തുന്നത്. എന്നാൽ വീട്ടിൽ വെച്ചല്ല, പള്ളിയിൽ വെച്ചാണ് വിവാഹം നടത്തേണ്ടത് എന്ന് പറയാനാണ് പള്ളിയിൽ അച്ഛൻ എത്തിയത്. എന്നാൽ റിങ്കോണിന് നന്നായിട്ട് അറിയാം താൻ FBI നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ തന്റെ സഹോദരിയുടെ വിവാഹം പുറത്ത് പള്ളിയിൽ വെച്ച് നടത്തുന്നത് ഒരിക്കലും സേഫ് അല്ല എന്ന്. അതുകൊണ്ട് അച്ഛനോട് എന്റെ പെങ്ങളുടെ വിവാഹം എവിടെ വെച്ച് നടത്തണമെന്ന് ഞാൻ തീരുമാനിക്കും, അതിൽ പള്ളിയിൽ അച്ഛൻ ഇടപെടേണ്ട എന്ന് പറയുകയാണ്. ഇതാണ് ലൂക്കസിന്റെ 10 വയസ്സുള്ള സഹോദരൻ മിഗ്വൽ. മിഗ്വലിന്റെ കൈവശം ലൂക്കസ് ഡ്രഗ്സ് കാണുകയാണ്. ഞാനും ഇപ്പോൾ നിന്നെ പോലെ ഡ്രഗ് ഡീലർ ആണ്, ഞാനും പവർഫുൾ ഗ്യാങ് മെമ്പർ ആണ് എന്നൊക്കെ മിഗ്വൽ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ലൂക്കസ് മിഗ്വലിനെ പിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവനെ ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തി മര്യാദക്ക് നീ പഠിച്ചോളണം എന്ന് പറയുകയാണ്. അതായത് തന്റെ സഹോദരൻ മിഗ്വൽ തന്നെ പോലെ വഴി തെറ്റാൻ പാടില്ല എന്ന് ലൂക്കസിനുണ്ട്. അനിയനെങ്കിലും നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണമെന്നാണ് ലൂക്കസിന്റെ ആഗ്രഹം. ഇവിടെ റിങ്കോണിന്റെ വീട്ടിൽ കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ആൻഡ് ഇതാണ് റിങ്കോണിന്റെ സഹോദരി ഗബ്രിയലെ കെട്ടാനായി പോകുന്ന ചെക്കൻ. ആളുടെ പേര് തോമസ് എന്നാണ്. ഇവിടെ ഒരു ദിവസം ഡാനിയൽ ഒരു ഫുഡ് ട്രക്കിൽ ഭക്ഷണം വാങ്ങാനായി ചെന്നു. ഭക്ഷണം വാങ്ങി പൈസ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ചില്ലർ എടുക്കാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ റിങ്കോണിന്റെ ഗ്യാങ്ങിലെ 2 തലതെറിച്ച ഗ്യാങ് മെമ്പേഴ്സ് അവിടെ വന്ന് പ്രശ്നമാക്കുകയാണ്. അവര് ഡാനിയലിനെ കിളവ എന്ന് വിളിച്ചിട്ടും തെറി വിളിച്ചിട്ടൊക്കെ അദ്ദേഹം വാങ്ങിച്ച ഭക്ഷണം തറയിലിട്ടു. അദ്ദേഹത്തിന് ദേഷ്യം വന്നെങ്കിലും അവരെ ഒന്നും ചെയ്യാതെ ഡാനിയൽ നടന്നു പോവുകയാണ്. അപ്പോഴും ഈ ഗ്യാങ് മെമ്പേഴ്സ് അവര് കുടിക്കുന്നുണ്ടായ കോള ക്യാന് ഡാനിയലിന്റെ ദേഹത്ത് എറിയുകയാണ്. വീണ്ടും അവരുടെ നേർക്ക് ഡാനിയൽ വന്നു. പക്ഷെ ഇപ്പോഴും ഡാനിയൽ അവരെ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. പേടിച്ചിട്ടല്ല, പകരം വെറുതെ പ്രശ്നമാക്കേണ്ട എന്ന് വെച്ചിട്ടാണ്. ആൾ റിട്ടയറെ സമാധാനത്തോടെ ജീവിക്കുകയാണ്. സോ ഇവിടെ റിങ്കോൺ കല്യാണ ചക്കനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും കല്യാണ ഒരുക്കങ്ങളെ കുറിച്ചും ഭാവി പ്ലാൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അവിടെ റിങ്കോണിന്റെ വീട്ടിലേക്ക് ലൂക്കസ് എത്തിയതായി കാണാം. ലൂക്കസ് റിങ്കോണിന്റെ റൂമിലെ ഡോർ തുറന്നു. ഓ സോറി, ഞാൻ പിന്നെ വരാമെന്ന് ലൂക്കസ് പറഞ്ഞപ്പോൾ നീ കേറി വാ എന്ന് പറഞ്ഞ റിങ്കോൺ കല്യാണ ചക്കനെയും കുടുംബക്കാരെയൊക്കെ ലൂക്കസിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ലൂക്കസിനോട് സംസാരിക്കാൻ വേണ്ടി കല്യാണ ചക്കനോടും കുടുംബക്കാരോടും പുറത്തേക്ക് പോകാനായി റിങ്കോൺ പറയുകയാണ്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റിങ്കോണിന് ലൂക്കസിനെ എത്രത്തോളം വിശ്വാസവും ഇഷ്ടവുമാണ് എന്ന്. ഇതാണ് ബ്രെൻഡ, റിങ്കോൺ വിവാഹം ചെയ്യാൻ പോകുന്ന റിങ്കോണിന്റെ കാമുകിയാണ് ബ്രെൻഡ. പുള്ളിക്കാരി ഇവിടെ ഒരു കോട്ടും സ്യൂട്ടുമായി വന്നതായി കാണാം. ആൻഡ് അത് വേറെ ആർക്കുമല്ല, നമ്മുടെ ലൂക്കസിനാണ്. ആ കോട്ട് റിങ്കോൺ ലൂക്കസിന് കൊടുത്തിട്ട് പറയാണ്, എന്റെ സ്വന്തം മകനെ പോലെയാണ് നീ കോട്ടും സ്യൂട്ടും ധരിച്ചു വേണം ഗബ്രിയലയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ. അപ്പോൾ ഈ സമയത്ത് ലൂക്കസ് തന്റെ സഹോദരനെ കുറിച്ച് റിങ്കോണിനോട് പറയാനായി പോവുകയാണ്. അതായത് അവനെ ഗാങ്ങിൽ ചേർക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ ഇത് പറയാനായി പോകുമ്പോഴാണ് ജസ്റ്റർ ഗാങ്ങിലെ ഒരുത്തനെ ക്രൂരമായി മർദ്ദിച്ച് റിങ്കോണിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അവൻ ഗാങ് വിട്ട് മറ്റൊരു ജോലിക്ക് പോയി നന്നാവാൻ ശ്രമിച്ചു. അതാണ് അവൻ ചെയ്ത കുറ്റം. അവനോട് റിങ്കോൺ പറയാണ്, എന്റെ ഗാങ്ങിൽ മെമ്പർ ആയാൽ പിന്നെ അതിൽ നിന്ന് ഒരു തിരിച്ചുപോക്കില്ല. മരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഗാങ് മെമ്പർ ആയിട്ടായിരിക്കണം. അതാണ് ഗാങ്ങിന്റെ നിയമം. ജസ്റ്ററിനോട് അവനെ കൊന്നുകളയാനായിട്ടും റിങ്കോൺ ഉത്തരവിട്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ സഹോദരനെ കുറിച്ച് റിങ്കോണിനോട് പറയാൻ ലൂക്കസിന് പേടിയായി. കാരണം തന്റെ സഹോദരനെ റിങ്കോൺ കൊല്ലാൻ സാധ്യതയുണ്ട്. ഇവിടെ റിങ്കോൺ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ജോലി ലൂക്കസിനെ ഏൽപ്പിക്കുകയാണ്. 2 പാക്കേജ് ആയിരുന്നു അത്. ആ പാക്കേജിൽ എന്താണുള്ളത് എന്ന് റിങ്കോൺ ലൂക്കസിനോട് പറഞ്ഞിട്ടില്ല. ഇതുമായി റെയിൽവേ സ്റ്റേഷനിൽ പോകണം, ഇത് വാങ്ങാനായി ഒരാൾ അവിടെ നിന്റെ അടുത്തേക്ക് വരും. എത്ര മാത്രമേ റിങ്കോൺ ലൂക്കസിനോട് പറഞ്ഞിട്ടുള്ളൂ. ഇത് മറ്റാരും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കുന്നത് എന്നും ലൂക്കസിനോട് റിങ്കോൺ പറയുന്നുണ്ട്. അങ്ങനെ ലൂക്കസ് അവിടുന്ന് പോകുമ്പോൾ ഡോറിന്റെ പുറത്ത് തന്നെ ജസ്റ്റർ നിൽക്കുന്നതായി കാണാം. അവര് സംസാരിക്കുന്നതൊക്കെ ജസ്റ്റർ കേട്ടിട്ടുണ്ട്. അതായത് റിങ്കോൺ ആരും വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ലൂക്കസിനെ ഏൽപ്പിച്ചത് എന്നൊക്കെ ജസ്റ്റർ കേട്ടിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ റിങ്കോണിനോട് ലൂക്കസ് പറയാതെ തന്നെ റിങ്കോൺ ലൂക്കസിന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് സഹോദരൻ മിഗ്വലിനെ കുറിച്ച്. റിങ്കോണ് ലൂക്കസ് പോയതിനു ശേഷം ജസ്റ്ററിനോട് പറയാണ് ലൂക്കസിന്റെ സഹോദരനെ വെറുതെ വിടണം, അവനെ ഗാങ്ങിൽ ഉൾപ്പെടുത്തരുത്. അങ്ങനെ അതും കേട്ട് ജസ്റ്റർ ആളൊരു മൂഡില്ലാതെ അവിടുന്ന് ഇറങ്ങി പോകുന്നതായി കാണാം. റിങ്കോണിന് ലൂക്കസിനോടുള്ള ഇഷ്ടം കൂടുന്തോറും ജസ്റ്ററിന് ലൂക്കസിനോടുള്ള ദേഷ്യം കൂടി വരികയാണ്. ലൂക്കസിനോടുള്ള ദേഷ്യം തീർക്കാനായി ഗാങ് മെമ്പേഴ്സിനോട് ജസ്റ്റർ ലൂക്കസിന്റെ സഹോദരനെ പിടികൂടാനായി പറയുകയാണ്. അങ്ങനെ ഗാങ്
മെമ്പേഴ്സ് മിഗ്വലിനെ കൂട്ടിപ്പോയെന്ന് റോഡ്രിഗോ ലൂക്കസിനോട് പറഞ്ഞപ്പോൾ ലൂക്കസ് പെട്ടെന്ന് ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ ഗാങ്ങിലെ ഒരു ചൊറിയൻ മെമ്പർ മിഗ്വലിനോട് ചോദിക്കാണ്, നിനക്ക് സ്കൂളിൽ പോയി പഠിക്കാനാണോ അതോ ഗാങ്ങിൽ ചേരാനാണോ താല്പര്യം? 10 വയസ്സുള്ള കുട്ടിയല്ലേ, അവൻ എന്തറിയാനാ? മിഗ്വൽ പറയാണ്, എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഗാങ് മെമ്പർ ആവാനാണ് താല്പര്യം. അങ്ങനെയാണെങ്കിൽ ആദ്യം നീ സ്ട്രോങ് ആണോ എന്ന് നമ്മൾക്ക് നോക്കണം. അതിനായി നമ്മൾ എല്ലാവരും കൂടി നിന്നെ തല്ലും, എന്നിട്ട് നിന്നെ ഗാങ്ങിലെടുക്കൂ. അവനെ വെറുതെ വിട്, അവൻ ചെറിയ കുട്ടിയാണ് എന്നൊക്കെ ലൂക്കസ് ഗാങ് മെമ്പേഴ്സിനോട് പറയുമ്പോൾ ഈ ഗാങ് മെമ്പേഴ്സ് ലൂക്കസിനെ പിടിച്ചു വെക്കുകയും അവര് മിഗ്വലിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ മർദ്ദനമേറ്റ സഹോദരനെ ലൂക്കസ് അവിടുന്ന് കൂട്ടിപ്പോവുകയാണ്. മിഗ്വല് തന്നെ വളർത്തു പട്ടിയും എടുത്തിട്ടാണ് ലൂക്കസിനൊപ്പം പോകുന്നത്. ലൂക്കസ് സഹോദരനെ ഉപദേശിക്കുകയാണ്, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു ഗാങ് മെമ്പർ ആവുന്നത് നീ വിചാരിക്കുന്നത് പോലെ കൂൾ ആയിട്ടുള്ള സംഭവം ഒന്നുമല്ല. ഞാൻ പറഞ്ഞത് നീ അനുസരിക്ക്. ഗാങ്ങിൽ നീ ജോയിൻ ചെയ്യാൻ പാടില്ല. മര്യാദക്ക് പഠിച്ച് നല്ല ജോലി വാങ്ങിക്കണം. അതായിരിക്കണം നിന്റെ ലക്ഷ്യം. എന്നാലും നിന്റെ ജീവിതത്തിൽ നല്ല സമാധാനം ഉണ്ടാവൂ. അപ്പോൾ ഇവിടെ ഡാനിയൽ വർക്ക്ഷോപ്പിൽ നിന്ന് നന്നാക്കിയ ഒരു കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായി കൊണ്ടുപോകുന്നത് കാണാം. ലൂക്കസ് സഹോദരനെ കൂട്ടി വീട്ടിൽ പോയി ആവശ്യമുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ്. തന്റെ സഹോദരനെ സേഫായി നാട് കടത്തണം എന്നാണ് ലൂക്കസിന്റെ ഉദ്ദേശം. കാരണം തന്റെ സഹോദരൻ ഇനിയും ഈ നാട്ടിൽ നിന്നാൽ അവന്റെ ജീവിതവും തന്റെ ജീവിതം നശിച്ചതുപോലെ നശിക്കും. അങ്ങനെ മിഗ്വലിന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് ജസ്റ്റർ അവിടെ 2 ഗാങ് മെമ്പേഴ്സുമായി വന്നത്. എന്തോ പ്രശ്നമുണ്ടാക്കാനാണ് അവൻ വരുന്നത് എന്ന് അവന്റെ ആ നടത്തത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവൻ ലൂക്കസിനെ തല്ലുകയാണ്. റിങ്കോണിന് ശേഷം ഗാങ് ലീഡർ നീ ആവും എന്നാണോ നിന്റെ വിചാരം? അത് ഞാനാണ് എന്നൊക്കെയാണ് ജസ്റ്റർ ലൂക്കസിനെ തല്ലിയിട്ട് പറയുന്നത്. അതേപോലെ ജസ്റ്റർ മിഗ്വലിന്റെ നേർക്ക് തോക്കും ചൂണ്ടുന്നുണ്ട്. നീ നോക്കിക്കോ, ഒരു ദിവസം റിങ്കോൺ തന്നെ നിന്നെ കൊല്ലും. അവന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും നിന്റെ അന്ത്യം. അവനെ കൊണ്ട് നിന്നെ ഞാൻ കൊല്ലിക്കും എന്നൊക്കെ ജസ്റ്റർ ലൂക്കസിനെ ഭീഷണിപ്പെടുത്തി പറയുകയാണ്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഇനിയും ഇവിടെ നിന്നാല് തന്റെയും സഹോദരന്റെയും ജീവൻ ആപത്തിലാണ് എന്ന് മനസ്സിലാക്കിയ ലൂക്കസ് അവരെ കബളിപ്പിച്ചുകൊണ്ട് അനിയനും കൂടി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവന്മാര് അവരെ പിടിക്കാനായി പിന്നാലെ ഓടുന്നുമുണ്ട്. ഓടുന്ന സമയത്തും മിഗ്വല് തന്നെ വളർത്തുനായ പിടിച്ചിട്ടാണ് ഓടുന്നത്. മിഗ്വലിന് അത്രയും പ്രിയപ്പെട്ടതാണ് തന്നെ വളർത്തുനായ. സോ ഇവിടെ ഡാനിയൽ കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് കാറിലേക്ക് പെട്ടെന്ന് ലൂക്കസും മിഗ്വലും ഓടിക്കേറി ഇരുന്നത്. എന്നിട്ട് പെട്ടെന്ന് പോയെന്ന് പറയുകയാണ്. പിന്നാലെ ഗാങ് മെമ്പേഴ്സ് തോക്കുമായി ഷൂട്ട് ചെയ്തു വരുന്നത് ഡാനിയൽ കണ്ടപ്പോൾ ഡാനിയലിന് മനസ്സിലായി ഈ 2 കുട്ടികളും അപകടത്തിലാണ് എന്ന്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി കാർ ചേസിംഗ് സീനാണ്. ഗാങ് മെമ്പേഴ്സ് ബൈക്കിൽ വന്നുകൊണ്ടാണ് വെടിവെക്കുന്നത്. ആൻഡ് ഈ സമയം നമ്മുടെ മിഗ്വലിന്റെ പ്രിയപ്പെട്ട വളർത്തുനായ്ക്ക് വെടികൊണ്ട് നായ ചത്തുപോയി. ഡാനിയൽ കാർ അതിസാഹസികമായി ഡ്രൈവ് ചെയ്ത് ആ ഗാങ് മെമ്പേഴ്സിൽ നിന്ന് വെട്ടിച്ച് എങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ കാർ ക്രാഷ് ആവുകയാണ്. കാർ ക്രാഷ് ആയപ്പോൾ ചെറുതായി കാർ കത്താനായി തുടങ്ങി. അങ്ങനെ ക്രാഷ് ആയ കാറിൽ നിന്ന് ലൂക്കസിനെയും മിഗ്വലിനെയും കൂട്ടി സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് ഡാനിയൽ കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇവിടെ അധിക നേരം നിൽക്കുന്നതും സേഫ് അല്ല. കാരണം ഏത് നിമിഷവും ഗാങ് മെമ്പേഴ്സ് അവരെ തേടി ഇവിടെ എത്തും. കാർ ക്രാഷ് ആയപ്പോൾ മിഗ്വലിന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡാനിയൽ മിഗ്വലിന് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കുകയാണ്. ഡാനിയൽ പല ടെക്നിക്ക് യൂസ് ചെയ്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതൊക്കെ ലൂക്കസ് കണ്ടപ്പോൾ ലൂക്കസ് ഡാനിയലിനോട് ചോദിക്കാണ്, നിങ്ങൾ വെറും ഒരു മെക്കാനിക് അല്ല അല്ലെ? നിങ്ങൾ ഒരു പട്ടാളക്കാരനായിരുന്നു അല്ലെ? ഇവിടെ കല്യാണ വീട്ടിൽ റിങ്കോണിനെ കാണാൻ ജസ്റ്റർ വന്നു. ജസ്റ്റർ റിങ്കോണിനെ കണ്ട് കള്ളത്തരങ്ങൾ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. അതായത് നീ വിശ്വസിച്ച് കൂടെ കൂട്ടി നടന്ന ആ പയ്യന് നിന്നെ ചതിച്ചു. നീ അവന് കൊടുത്ത പാക്കേജുമായി അവൻ അവന്റെ സഹോദരനും കൂട്ടി നാട് വിടാനെ പോവുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ റിങ്കോൺ ശരിക്കും തകർന്ന പോലെ. കാരണം ലൂക്കസിനെ അത്രത്തോളം റിങ്കോണിന് ഇഷ്ടമായിരുന്നു. എനിക്ക് അവനെയും അവന്റെ സഹോദരനെയും ജീവനോടെ എന്റെ മുന്നിൽ വേണമെന്ന് റിങ്കോൺ ജസ്റ്ററിനോട് ഉത്തരവിടുകയാണ്. സോ ഇവിടെ ബാഗിൽ റിങ്കോൺ കൊടുത്ത പാക്കേജ് ലൂക്കസ് നോക്കിയപ്പോൾ അതിൽ ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. റിങ്കോൺ 2 പാക്കേജാണ് കൊടുത്തത്. അപ്പോൾ ഒരു പാക്കേജ് കാറിൽ വീണു പോയിട്ടുണ്ട് എന്ന് ലൂക്കസിന് മനസ്സിലായി. ലൂക്കസ് അതെടുക്കാന് കാർ ക്രാഷ് ആ സ്ഥലത്തേക്ക് തനിച്ചു പോവുകയാണ്. കാറിന്റെ അകത്ത് നോക്കിയപ്പോൾ ആ പാക്കേജ് ലൂക്കസ് കണ്ടു. എന്നാൽ അത് കത്തി നശിക്കുകയാണ്. ആ പാക്കേജിനെ എടുക്കാൻ കഴിയത്തില്ല. ആൻഡ് ആ പാക്കേജിലുള്ളത് പണമാണ്. അതും വലിയ തുകയാണ്. ഇവിടെ കല്യാണ വീട്ടിൽ റിങ്കോണിനെ കാണാൻ വന്ന ഇവനാണ് സ്പൈഡർ. ആ പണം സ്പൈഡറിനാണ് ലൂക്കസ് എത്തിക്കേണ്ടത്. അപ്പോൾ പണം അന്വേഷിച്ചിട്ടാണ് സ്പൈഡർ റിങ്കോണിനെ കാണാൻ വന്നത്. അതേപോലെ റിങ്കോണിന്റെ ഗാങ് പോലെ മറ്റൊരു പവർഫുൾ ആൻഡ് ഡേഞ്ചറസ് ഗാങ്ങിലെ മെമ്പർ ആണ് സ്പൈഡർ എന്ന ഇദ്ദേഹം. അവരുമായിട്ട് റിങ്കോൺ വലിയ ഒരു ബിസിനസ് നടത്തിയിട്ടുണ്ട്. അവൻ റിങ്കോണിനോട് ചോദിക്കാണ്, എവിടെ ഞങ്ങളുടെ പണം? നമ്മൾ പറഞ്ഞുറപ്പിച്ചതുപോലെ $2.5 ലക്ഷം. ആ പണം എത്തും.
ആ പണം നിനക്ക് എത്തിക്കാനായി ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടാണുള്ളത് എന്ന് റിങ്കോൺ പറയുകയാണ്. അപ്പോൾ പണം കത്തുന്നത് കണ്ട ലൂക്കസ് ആ കാര്യം ഡാനിയലിന്റെ അടുത്ത് വന്ന് പറയാണ്. അതായത് ഈ 2 കെട്ടിലും പണമാണുള്ളത്, അതിലെ ഒരു കെട്ട് കാറിൽ നിന്ന് കത്തി നശിച്ചു. റിങ്കോണിനോട് സത്യാവസ്ഥ തുറന്നു പറയണം, അല്ലെങ്കിൽ അവൻ എന്നെയും ഇവനെയും കൊന്നുകളയും എന്നൊക്കെ ഡാനിയലിനോട് ലൂക്കസ് പറഞ്ഞപ്പോൾ ഡാനിയൽ പറയാണ്, നിങ്ങൾ അവന്റെ അടുത്തേക്ക് പോകേണ്ട, നിങ്ങളെ ഞാൻ സേഫ് ആയ സ്ഥലത്തേക്ക് എത്തിക്കാം. എന്നാൽ ലൂക്കസ് ഡാനിയൽ പറഞ്ഞത് കേൾക്കാതെ തന്റെ സഹോദരനും കൂട്ടി ചെല്ലുകയാണ്. ലൂക്കസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം റിങ്കോണിന്റെ അടുത്ത് എത്തുക എന്നത് മാത്രമല്ല, ജസ്റ്ററിന്റെ കണ്ണിൽ പെടാതെ റിങ്കോണിനെ കാണാനായി ചെല്ലുക എന്നതാണ്. ജസ്റ്ററിന്റെ മുന്നിൽ പെട്ടാൽ അവന് കുത്തിത്തിരിപ്പാക്കി അവരെ കൊലക്ക് കൊടുക്കുമെന്ന് ലൂക്കസിന് 100% ഉറപ്പാണ്. ഇവിടെ ഗബ്രിയല റിങ്കോണിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ട് എന്താണ് പ്രശ്നം, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല എന്നും റിങ്കോൺ ഗബ്രിയലയോട് പറയുന്നുണ്ട്. അതിനുശേഷം റിങ്കോൺ സ്പൈഡറിനോട് പറയാണ്, നീ ദയവ് ചെയ്ത് ഇവിടുന്ന് ഇപ്പോൾ പോകണം, നിന്റെ പണം ഞാൻ എത്തിക്കും. FBI പുറത്തുണ്ട്, അവർ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ എന്റെ സഹോദരിയുടെ സന്തോഷമാണ് ഇല്ലാതെയാവുക. അപ്പൊ ഇതൊക്കെ സ്പൈഡറിനോട് റിങ്കോൺ പറഞ്ഞെങ്കിലും സ്പൈഡർ അവിടുന്ന് പോകാൻ തയ്യാറല്ലായിരുന്നു. അവൻ അവന്റെ പണം കിട്ടിയാലേ പോകത്തുള്ളൂ. സോ ഇവിടെ ലൂക്കസും മിഗ്വലും ജസ്റ്ററിന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവര് കറക്റ്റ് ചെന്ന് വീണത് ജസ്റ്ററിന്റെ കയ്യിൽ തന്നെയാണ്. ജസ്റ്റർ ലൂക്കസിനെ പിടികൂടി അവന്റെ ബാഗിലുള്ള ഒരു പാക്കേജ് എടുത്തു. ഇത് ഒറ്റൊന്നല്ലേ ഉള്ളൂ, മറ്റേത് എവിടെ എന്ന് ജസ്റ്റർ ലൂക്കസിനെ തല്ലിയിട്ട് ചോദിക്കുകയാണ്. അത് കാറിൽ വീണുപോയി, കാർ ക്രാഷ് ആയി കത്തി, ആ പണവും കത്തിപ്പോയെന്ന് ലൂക്കസ് പറയുകയാണ്. അങ്ങനെ ക്രൂരമായി ലൂക്കസിനെയും മിഗ്വലിനും മർദ്ദിച്ചിട്ട് ജസ്റ്റർ അവരെ റിങ്കോണിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ 2 കുട്ടികളും അപകടത്തിലാണ് എന്ന് ഡാനിയലിന് ഉറപ്പാണ്. ഡാനിയൽ തന്റെ കൈവശമുള്ള കത്തിയെടുത്ത് റെഡിയായിട്ട് റിങ്കോണിന്റെ സ്ഥലത്തേക്ക് പോകാനായി ഒരുങ്ങുകയാണ്. ഡാനിയൽ ഉറപ്പാണ് ആ 2 കുട്ടികളും റിങ്കോണിന്റെ സ്ഥലത്തുണ്ടാവുമെന്ന്. സോ ഇവിടെ റിങ്കോൺ സന്തോഷിക്കുന്നതായി കാണാം, കാരണം തന്റെ സഹോദരിയുടെ കല്യാണം ഇവിടെ കഴിഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സന്തോഷത്തോടെ പാട്ടും പാടി ഡാൻസ് കളിച്ച് ആഘോഷിക്കുന്നതായി കാണാം. ഈ സമയം സ്വന്തം മരണം മുന്നിൽ കണ്ടിരിക്കുന്ന ലൂക്കസും മിഗ്വലും. ലൂക്കസിനോട് ജസ്റ്റർ പറയാണ്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിന്റെ മരണം റിങ്കോണിന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കുമെന്ന്. അതാണ് ഇന്ന് നടക്കാനായി പോകുന്നത്. റിങ്കോൺ ആദ്യം കൊല്ലാനായി പോകുന്നത് നിന്നെയല്ല, നിന്റെ സഹോദരനെയാണ്. നീ നിന്റെ സഹോദരൻ ചാവുന്നത് കാണണം, അതിനുശേഷം മാത്രമേ റിങ്കോൺ നിന്നെ കൊല്ലത്തുള്ളൂ. സോ ഇവിടെ റിങ്കോൺ തന്റെ സഹോദരിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പുള്ളിക്കാരുടെ കൂടി ഡാൻസ് കളിക്കുകയാണ്. സഹോദരി ഭയങ്കര സന്തോഷത്തിലാണ്, എന്നാൽ റിങ്കോണിന്റെ മുഖത്ത് ഒരു സന്തോഷവുമില്ല. ഈ സമയത്ത് റിങ്കോണിന്റെ കാമുകി ബ്രെൻഡ വീട്ടിന്റെ അകത്തേക്ക് പോകുന്നതായി കാണാം. പുള്ളിക്കാരി അകത്തേക്ക് പോകുന്നത് സ്പൈഡർ കണ്ടു. സ്പൈഡറിന് അറിയത്തില്ല അത് റിങ്കോണിന്റെ കാമുകിയാണ് എന്ന്. സ്പൈഡർ പുള്ളിക്കാരുടെ പിന്നാലെ വീട്ടിന്റെ അകത്തേക്ക് പോകുന്നതായി കാണാം. ബ്രെൻഡ കിച്ചണിൽ ഭക്ഷണം എടുക്കാനായി പോയതാണ്. പിന്നാലെ വന്ന സ്പൈഡർ ബ്രെൻഡയോട് വളരെ മോശമായിട്ട് പെരുമാറുകയാണ്. അതായത് അവൻ ബ്രെൻഡയെ പീഡിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. ഇതേ സമയം റിങ്കോണും അകത്തു വന്നു. അവൻ കാണുന്ന കാഴ്ച അവന്റെ കാമുകിയെ പീഡിപ്പിക്കുന്ന സ്പൈഡറിനെയാണ്. എത്രയും നേരം റിങ്കോൺ ക്ഷമിച്ചു നിന്നത് അവന്റെ സഹോദരിയുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ദിവസമാണ് ഇന്ന്. ആ ദിവസം പ്രശ്നമുണ്ടാക്കി അവളുടെ സന്തോഷം കളയണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. എന്നാൽ ഇത് കൂടെ ആയപ്പോൾ റിങ്കോൺ തന്നെ കൺട്രോൾ വിട്ടു. സ്പൈഡർ എന്ന അവനെ റിങ്കോൺ അടിച്ചടിച്ച് ക്രൂരമായിട്ട് കൊന്നുകളയുകയാണ്. ഇവിടെ നമ്മുടെ ഡാനിയൽ ആണെങ്കിൽ റിങ്കോണിന്റെ വീട്ടിന്റെ പുറത്തെത്തി. അപ്പോൾ അവിടെ പുറത്ത് കാവൽ നിൽക്കുന്ന ഈ 2 ഗുണ്ടകൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അന്ന് ഫുഡ് ട്രക്കിൽ നിന്ന് ഡാനിയൽ ഭക്ഷണം മേടിച്ചു പോകുമ്പോൾ പ്രശ്നമാക്കിയ 2 ചൊറിയന്മാരായ ഗ്യാങ് മെമ്പേഴ്സ് ആണ് ഇത്. താനോ, തനിക്ക് ഇവിടെ എന്താണ് കാര്യം കിളവ എന്നൊക്കെ അവന്മാര് ഡാനിയലിനോട് ചോദിക്കുകയും കളിയാക്കുകയും ചെയ്യുകയാണ്. അതേപോലെ അവര് തോക്ക് പുറത്തെടുത്ത് തന്നെ ഞങ്ങൾ കൊല്ലും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ ഡാനിയൽ ആണെങ്കിൽ തന്റെ കത്തി പുറത്തെടുത്ത് അതിൽ ഒരുത്തനെ കുത്തി കുത്തി കൊല്ലുകയാണ്. അവന്റെ കയ്യിലുള്ള തോക്ക് പിടിച്ചെടുത്ത് മറ്റവന്റെ തലയിൽ തോക്ക് പോയിന്റ് ചെയ്ത് ഡാനിയൽ റിങ്കോണിന്റെ വീട്ടിലേക്ക് കയറാനായി പോവുകയാണ്. സോ ഇവിടെ ലൂക്കസിനെയും മിഗ്വലിനെയും കാണാൻ റിങ്കോൺ വന്നു. റിങ്കോൺ ലൂക്കസിനോട് പറയാണ്, എന്റെ കൂടെ നിന്ന് ഒരുപാട് പേര് എന്നെ ചതിച്ചിട്ടുണ്ട്, അവരെയൊക്കെ തേടി പിടിച്ച് ഞാൻ കൊന്നു കളഞ്ഞിട്ടുമുണ്ട്. അതിലൊന്നും എനിക്ക് ഒരു സങ്കടവുമില്ല. എന്നാൽ ഞാൻ നിന്നെ അങ്ങനെയല്ല കണ്ടത്. നിന്നെ ഞാൻ എന്റെ സ്വന്തം മകനായിട്ടാണ് കണ്ടത്. ആരെക്കാളും കൂടുതൽ ഞാൻ നിന്നെയാണ് വിശ്വസിച്ചത്. പക്ഷെ നീ തന്നെ എന്നെ ചതിച്ചു, അതും എന്റെ സഹോദരിയുടെ വിവാഹ ദിവസം തന്നെ. ലൂക്കസ് ഞാൻ ചതിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ പോകുന്നുണ്ടെങ്കിലും ലൂക്കസ് പറയുന്നതൊന്നും റിങ്കോൺ കേൾക്കാൻ തയ്യാറല്ല. ഇത് ഒറ്റൊരു പാക്കേജ് മാത്രമല്ലേ ഉള്ളൂ, മറ്റേത് എവിടെ എന്ന് ദേഷ്യത്തോടെ റിങ്കോൺ ചോദിക്കുകയാണ്. ഈ സമയത്ത് പുറത്ത് നമ്മുടെ ഡാനിയൽ ഗാങ് മെമ്പറിന്റെ തലയിൽ തോക്ക് വെച്ച് അവിടത്തേക്ക് പോവുകയാണ്. ഇത് പുറത്തുള്ള FBI ഏജന്റ്സും കണ്ടു. അവരും തോക്കുമായി അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വമ്പൻ വെടിവെപ്പാണ്.
വരികയാണ്. FBI ഏജന്റ്സും റിങ്കോണിന്റെ ഗാങ് മെമ്പേഴ്സും. ഡാനിയൽ പെട്ടെന്ന് വീട്ടിന്റെ അകത്ത് കയറി കൂടി. ഈ വെടിവെപ്പില് റിങ്കോണിന്റെ സഹോദരിക്ക് വെടിയേറ്റിട്ടുണ്ട്. ഡാനിയൽ അകത്തു പോയി ലൂക്കസിനെയും മിഗ്വലിനെയും കൂട്ടി സേഫ് ആയി പുറത്തേക്ക് പോവുകയാണ്. അവരുടെ വഴിക്ക് വരുന്നവരൊക്കെ ഡാനിയൽ ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ വെടിവെപ്പ് നടക്കുമ്പോൾ ഡാനിയൽ പിൻഭാഗത്തെ വഴിയിലെ കൂടി ആരും കാണാതെ ലൂക്കസിനെയും മിഗ്വലിനെയും കൂട്ടി അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഇവിടെ റിങ്കോൺ കാണുന്ന കാഴ്ച തന്റെ പ്രിയപ്പെട്ട സഹോദരി വെടിയേറ്റ് മരണപ്പെട്ടതാണ്. ഇത് കണ്ട് റിങ്കോൺ ആളാകെ തകർന്ന പോലെയായി. ഇവിടെ ഡാനിയൽ ലൂക്കസിനെയും മിഗ്വലിനെയും കൂട്ടി പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, അവരെ സേഫ് ആയിട്ട് ഈ നാട് കടത്താൻ വേണ്ടി. എന്നാൽ അവരുടെ പിന്നാലെ ജസ്റ്റർ വന്നു. ജസ്റ്റർ ഡാനിയലിന്റെ കാലിൽ വെടിവെച്ചു. നീ അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതിയോ? നിന്നെ ഞാൻ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ജസ്റ്റർ ലൂക്കസിനെ ഷൂട്ട് ചെയ്യാനായി പോകുമ്പോൾ അവിടെ റിങ്കോൺ ഓടി വരികയാണ്. അദ്ദേഹം ലൂക്കസിനെ കൊല്ലാനായി തോക്ക് ചൂണ്ടിയെങ്കിലും സഹോദരിയുടെ മരണമൊക്കെ മുന്നിൽ കണ്ട ആൾ ആകെ തകർന്ന പോലെയാണ്. അങ്ങനെ റിങ്കോൺ പൊട്ടിക്കരയുകയും ലൂക്കസിനോട് പോയിക്കോളൂ, ഇനി നിന്നെയും നിന്റെ സഹോദരനെയും ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്നും പറയുകയാണ്. അപ്പോൾ ദേഷ്യം പിടിച്ച ജസ്റ്റർ റിങ്കോണിനോട് അവർ നിന്നെ ചതിച്ചതാണ്, അവരെ കൊല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും റിങ്കോൺ ജസ്റ്ററിനോട് വേണ്ട, അവര് പോയിക്കോട്ടെ, അവര് കുട്ടികളല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ട് ദേഷ്യം പിടിച്ച ജസ്റ്റർ ഗാങ് ലീഡറായ റിങ്കോണിനെ ജസ്റ്റർ വെടിവെച്ച് കൊന്നുകളയുകയാണ്. അതിനുശേഷം ജസ്റ്റർ ഡാനിയലിനെ കൊല്ലാനായി തോക്ക് ചൂണ്ടി. എന്നാൽ പെട്ടെന്ന് ആരോ വന്ന് ജസ്റ്ററിനെ ഷൂട്ട് ചെയ്തു. അത് വേറെ ആരുമല്ല, റോഡ്രിഗോ എന്ന പയ്യനാണ്. സോ കഥയുടെ അവസാനം ഡാനിയൽ ലൂക്കസിനെയും മിഗ്വലിനെയും ട്രെയിന് കയറ്റി വിടുകയാണ്. ട്രെയിനിൽ നിന്ന് മിഗ്വല് തന്നെ ജാക്കറ്റ് നോക്കിയപ്പോൾ ആ ജാക്കറ്റിലെ റിങ്കോണിന്റെ പണമാണ്. ആ പണം അവർക്കായി ആ ജാക്കറ്റിൽ വെച്ചത് നമ്മുടെ ഡാനിയൽ തന്നെയാണ്. അവരെ രക്ഷിക്കുന്ന സമയത്ത് മേശപ്പുറത്തുണ്ടായ പണത്തിന്റെ പാക്കേജ് ഡാനിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ലൂക്കസ് ആഗ്രഹിച്ചതുപോലെ തനിക്കും തന്റെ സഹോദരനും നല്ലൊരു ജീവിതം ഇനി ആരംഭിക്കാം. ഇവിടെയാണ് വി ഡൈ യങ് എന്ന സിനിമ അവസാനിക്കുന്നത്.